ഗുഡ് മോർണിംഗ്. കുറെ നാളത്തെ എന്റെ ആഗ്രഹമായിരുന്നു ഗുരുവായൂർ പോകണം. എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ തോന്നല് ഭയങ്കര കുറവാണ്. അങ്ങനെ പുലർച്ചെ 2 മണിക്ക് എഴുന്നേറ്റ് അമ്മയുടെ സാരി എടുത്ത് ഗുരുവായൂർ എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോ എന്താണെന്ന് അറിയില്ല, പതിവില്ലാണ്ട് എനിക്ക് മുല്ലപ്പൂ വെക്കാൻ ഒരു ആഗ്രഹം തോന്നി. മുല്ലപ്പൂ വെക്കാൻ മാത്രം എനിക്ക് മുടി ഉണ്ടായിട്ടൊന്നല്ല, ഒരു അരമുഴ മേടിച്ചപ്പോഴേക്കും എന്റെ തലഫില്. ഇത്രയും പുലർച്ചെ എഴുന്നേറ്റ് വന്നപ്പോ തിരക്കൊന്നും അധികം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചേ, പക്ഷെ ഉള്ളിൽ എത്തിയപ്പോ നല്ല ക്യൂ ഉണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ ക്യൂ നിൽക്കാൻ പോയില്ല, സൈഡിൽ കൂടെ അങ്ങ് അകത്തോട്ട് കയറി. പണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഒക്കെ ഗുരുവായൂർ പപ്പടം മുറുക്കൊക്കെ മേടിച്ചിട്ടാണ് വരാറ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മേടിക്കാറുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളട്ടോ. ഉള്ളിൽ പോയി ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വണ്ടിയെ പോയി ഫോൺ എടുത്തിട്ടാട്ടോ വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് ഒരു കോഫി ഒക്കെ കുടിക്കാൻ. എനിക്കാണെങ്കിൽ ഇത്രയും രാവിലെ കോഫി കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല, അച്ഛനമ്മയും കുടിച്ചു കേട്ടോ. പ്രാവശ്യം എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഒക്കെ തോന്നിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും ക്യൂവിലിരുന്ന് കാലൊക്കെ കഴിച്ച് വീട്ടിലെത്തുമ്പോ ഭയങ്കര ടയർഡ് ആവാറാണ് പതിവ്. ഇവിടെ വെച്ച് 2-3 ഫോട്ടോ ഞാൻ അച്ഛനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പൊ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ മാസം ശബരിമല സീസൺ ആയിരുന്ന സമയത്തായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് എല്ലാ കടകളും തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് കടകൾ മാത്രം ഉള്ളിലൊക്കെ തുറന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് മടങ്ങുമ്പോൾ അച്ഛന് ലോട്ടറി എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പതിവ് തെറ്റിക്കാണ്ട് ഒരു ലോട്ടറി ഒക്കെ എടുത്ത് തിരിച്ച് ഇവിടുന്ന് ഒരു 5 മണിയായപ്പോഴേക്കും മടങ്ങി. ഇത്ര രാവിലെ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റി. ട്രാഫിക് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. പോണ വഴി പാടത്തൊക്കെ മഞ്ഞ് നിറഞ്ഞ് ആ കാഴ്ചയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഗുരുവായൂർ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച, പക്ഷെ അപ്പൊ ഹോട്ടലൊന്നും തുറക്കാത്തോണ്ട് തൃശ്ശൂർ എത്തിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചേട്ടോ. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലായിരിക്കും എനിക്ക് നല്ലോണം ഉറക്കം വരുന്നതായിരുന്നു. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ.